ഹായ് സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ക്രൊയേഷ്യയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശമായ ക്ലേമേ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. അപ്പോൾ നമുക്ക് ആദ്യം ട്രാമിനാണ് പോകേണ്ടത്. ട്രാമിന് പോയി ഇവിടെ വന്നിറങ്ങും. ഇവിടുന്ന് നമുക്ക് കേബിൾ കാറിലാണ് യാത്ര ചെയ്യേണ്ടത്. അപ്പോൾ ഇതാണ് ടിക്കറ്റ് നമ്മൾ ഇവിടുന്ന് സ്കാൻ ചെയ്ത് ഈ കേബിൾ കാറിൽ കയറാം. കേബിൾ കാർ സാഗ്രബിലെ ഐഡി ഉള്ളവർക്ക് ഫ്രീ ആയിരിക്കും, അല്ലാത്തവർക്ക് അപ്പ് ആൻഡ് ഡൗൺ 8 യൂറോയാണ്. ഇവിടെ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു കേബിൾ കാർ 8 പേർക്ക് കയറാതെ. അപ്പം ഞങ്ങൾ കൂട്ടുകാരുൾപ്പെടെ 6-7 പേരുണ്ടായിരുന്നു. ഓക്കെ, ഏകദേശം ഒരു 45 മിനിറ്റ് യാത്രയുണ്ട് കേബിൾ കാറിന്. എന്തായാലും ഞങ്ങളുടെ കേബിൾ കാർ ഞങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു, മറ്റാരും. ഞങ്ങൾ 7 പേരുണ്ടായിരുന്നുകൊണ്ട് പുറത്തുനിന്ന് വേറെ ആരും കയറിയില്ല. അതുകൊണ്ട് പിന്നെ നമുക്കൊരു പ്രൈവസി ഉണ്ടായിരുന്നു. നല്ല ഭംഗിയാണിത് കാണാൻ. കാര്യം ഇപ്പം വിൻ്റർ ആയതുകൊണ്ട് തന്നെ നല്ല സ്നോ വീണ് കിടക്കുന്നതും അതുപോലെ തന്നെ നല്ല ഉയരത്തിലാണിത് പോകുന്നത്. ഈ സ്ലേമ എന്ന് പറയുന്ന സ്ഥലമാണ് ക്രൊയേഷ്യയിലെ ഏറ്റവും തണുപ്പുള്ള സ്ഥലവും ഏറ്റവും ആദ്യം മഞ്ഞ് വീഴുന്ന സ്ഥലം ഇത് തന്നെയാണ്. അപ്പം ഈ സൈഡിൽ കാണുന്നതാണ് നമ്മുടെ ബസ് റൂട്ടാണ്. ഇങ്ങോട്ട് ബസ് റൂട്ടും ഉണ്ട്. അപ്പം ഇത് നല്ലൊരു റൂട്ടാണ് ബസ് യാത്ര. ഏകദേശം ഒരു 26ഓളം ഹെയർ പിന്നുകളുള്ള റൂട്ടാണ്. ഞാൻ ഓട്ടം സീസണിൽ അതിലെ യാത്ര ചെയ്തിട്ടുണ്ട്. നല്ല രസമാണ് ഇല കൊഴിയുന്ന സമയത്ത് അതിലെ യാത്ര ചെയ്യാൻ. അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ നമുക്ക് അപ്ലോഡ് ചെയ്യാവേ. അപ്പോൾ നമ്മൾ യാത്ര ചെയ്ത് വരുമ്പോഴത്തേന് ആദ്യം നമുക്ക് ലാൻഡിങ് ആണ് കാണുന്നത്. അവിടെ വേണേൽ നമുക്ക് ഇറങ്ങിയിട്ട്, ഇതാണ് ഈ ലാൻഡിങ്. ഇവിടെ ഇറങ്ങിയിട്ട് നമുക്ക് ഇവിടുന്ന് വേണമെങ്കിൽ നടന്ന് വേണേൽ ട്രക്കിങ് ചെയ്തും വേണേൽ പോവാം. അപ്പം ഞങ്ങൾ ഇറങ്ങിയില്ല, ഞങ്ങൾ ലാസ്റ്റ് സ്പോട്ടിൽ തന്നെ ഇറങ്ങാൻ വേണ്ടിയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നമ്മൾ സ്നോയിൽ ഉപയോഗിക്കേണ്ട ഗ്ലൗസും ജാക്കറ്റും അതുപോലെ തന്നെ വിൻ്റർ ഷൂസൊക്കെ നല്ലതായിരിക്കണം. അല്ലെങ്കിൽ നമുക്കിവിടെ അധികം നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് -15 മുതൽ -20 വരെയാണ്. ഏകദേശം നല്ല തണുപ്പായിരിക്കും, നമുക്ക് അധികം നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതേപോലത്തെ നല്ല എക്യുപ്മെൻറ്റ്സ് വേണം. ഫൈനലി നമ്മൾ സ്ഥലത്തെത്തിയിരിക്കുകയാണ്. ഇതാണ് ആ സ്പോട്ട്. ഇവിടെ ഇറങ്ങിയിട്ട് നമുക്കിവിടെ കുറേ കാഴ്ചകളുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു 360 വ്യൂയുടെ ഒരു ടവറുണ്ട്. അതിൻ്റെ മുകളിൽ കയറാൻ പറ്റും. അതിന് മുൻകൂട്ടി നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് വേണം വരാൻ. അപ്പോൾ നമ്മളത് ടിക്കറ്റ് എടുത്തിട്ടില്ല, നമ്മളൊരു പെട്ടെന്ന് തീരുമാനിച്ച് പോരുന്നതാണ്. ഓക്കെ, നമ്മൾ ഫൈനലി ഇവിടെ എത്തിയിരിക്കുകയാണ്. അവിടെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആദ്യം കാണുന്ന കുറേ റെസ്റ്റോറൻറ്റുകളും ഫുഡ് കോർട്ടുകളുമാണ്. അതിൻ്റെ സൈഡിൽ തന്നെയാണ് ഞാൻ ആ പറഞ്ഞ ടവർ. ഇതാണ് ആ ടവർ. ഈ ടവറിൻ്റെ മുകളിൽ നമുക്ക് കയറാൻ പറ്റും. 1973 നിർമ്മിച്ച ഈ ടവർ സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 1036 മീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ടവർ വഴിയാണ് ഇവിടുത്തെ റേഡിയോ TV ട്രാൻസ്മിറ്ററുകളെല്ലാം പ്രവർത്തിക്കുന്നത്. ഇതിനകത്തൊരു വാച്ച് ടവർ ഉണ്ട്. നമുക്ക് ആ വാച്ച് ടവറിൽ കയറി 360 വ്യൂ കാണാം. ഇവിടെ നിന്ന് നോക്കിയാൽ ക്രൊയേഷ്യയുടെ സാഗ്രബിൻ്റെ മൊത്തം വ്യൂവും ഇവിടെ നിന്ന് കാണാൻ പറ്റും. വിൻ്റർ സമയമായതുകൊണ്ടാണ് നമ്മൾക്ക് ക്ലാരിറ്റി തോന്നാത്തത്. ഓക്കെ, അല്ല സമ്മറിലോ അല്ലെങ്കിൽ ഓട്ടം സീസൺ ആണെങ്കിൽ നമുക്ക് മൊത്തം കാഴ്ചകളും കാണാൻ പറ്റും. ഇതൊരു അഡ്വഞ്ചറസ് ഏരിയ ആണ്. അതുപോലെ തന്നെ ഇവിടെ സ്നോ ഡൈവിങ്, സ്നോ സ്കേറ്റിങ് എന്ന് പറഞ്ഞ സ്നോയ്ക്കകത്തുള്ള അഡ്വഞ്ചറസ് ആയിട്ടുള്ള എല്ലാ പരിപാടികളും ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ഇവിടെ സ്കേറ്റിംഗ് ഒക്കെ പഠിക്കാനും പറ്റും. ഇവിടെ പഠിപ്പിക്കാനുള്ള ഇൻസ്ട്രക്ടർമാരൊക്കെ ഉണ്ട്. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മളിവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്ത് അതിനുശേഷം ഇനിയിപ്പോൾ നമ്മൾ നേരെ താഴോട്ട് പോവാണ്. നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് ഉള്ളതുകൊണ്ട് താഴേക്ക് പോകുന്നതും കേബിൾ കാറിൽ തന്നെയാണ്.
ആ കാണുന്നതാണ് സാഗ്രബ്. സാഗ്രബിൻ്റെ ഫുൾ വ്യൂ ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റും. പക്ഷേ ഇപ്പോൾ സ്നോയുടെ ക്ലൈമറ്റ് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു മൂടിയ പോലെ കാണുന്നത്. സമ്മറിലോ അല്ലെങ്കിൽ ഓട്ടം സീസണിലാണെങ്കിൽ നമുക്ക് വളരെ ക്ലിയറായിട്ട് സാഗ്രബ് മൊത്തം കാണാൻ പറ്റും ഇവിടെ നോക്കിയാൽ. അങ്ങനെ കുറച്ച് നേരത്തെ യാത്രകൾക്ക് ശേഷം നമ്മൾ നേരെ താഴെ എത്തിയിരിക്കുകയാണ്. നമ്മളെന്തായാലും കറക്റ്റ് സമയത്ത് തന്നെയാണ് താഴെ എത്തിയത്. അപ്പോഴേക്കും നമുക്ക് തിരിച്ച് പോകാനുള്ള ട്രാമും കറക്റ്റ് സമയത്ത് വന്നു. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ചാവോ.